ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 10 CBSEയിലെ ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ലൈറ്റ് എന്നുള്ളത് നോക്കാം. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. എൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ക്രിയേറ്റ് എ സെൻസേഷൻ ഓഫ് സൈറ്റ്. Which creates a sensation of sight. നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ നമുക്ക് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് എനർജീനെ പറയുന്നതാണ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ഇറ്റ് ഡസൻറ്റ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. It doesn't requires a medium to travel. ലൈറ്റിന് ഒരു മീഡിയം ആവശ്യമില്ല. അത് എവിടെയാണെങ്കിലും അതിന് മീനിങ് എന്ന് പറയുന്നത് വാക്കത്തിലാണെന്നുണ്ടെങ്കിലും ലൈറ്റ് എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. ടെൻസ് ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ടെൻസ് ടു ട്രാവൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി ലൈറ്റിന് രണ്ട് ഫോം അത് കാണിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചറും അടുത്തെന്ന് പറയുന്നത് വേവ് നേച്ചറാണ്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും ലൈറ്റിൻ്റെ രണ്ട് നേച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ടെൻസ് ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ്. ഒരിക്കലും നമ്മൾ ഇറ്റ് ഓൾവേസ് ട്രാവൽസ് അല്ലെങ്കിൽ ലൈറ്റ് ഒൺലി ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയില്ല. ലൈറ്റിന് എന്തുണ്ട്? രണ്ട് നേച്ചർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നതാണ് വേവ് നേച്ചർ, ഒന്ന് പറയുന്നതാണ് എന്ത്? പാർട്ടിക്കിൾ നേച്ചർ. ഇനി സ്പീഡ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് എന്ത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് നോക്കാം. ആദ്യത്തെ ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? സപ്പോസ് ഞാനൊരു കണ്ണാടിന് മുന്നിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ എൻ്റെ ഇമേജ് അവിടെ കാണുന്നുണ്ട്. എൻ്റെ ഇമേജ് കാണാനുള്ള റീസൺ എന്താ? അവിടെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു സർഫസിൽ വന്ന് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. സോ വെൻ ലൈറ്റ് സ്ട്രൈക്സ് ഓൺ എ സർഫസ് അതെന്ത് ചെയ്യുന്നു? ഇറ്റ് ബൗൺസസ് ബാക്ക്. അപ്പോൾ ഈ ബൗൺസ് ബാക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുന്നത്. സോ വാട്ട് ഈസ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് after falling into a surface. ഇതിനെ പറയുന്നതാണ് എന്ത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഈ റിഫ്ലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റിഫ്ലക്ഷന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പം നോക്ക് മക്കളെ, നമ്മൾ ഈ റിഫ്ലക്ഷൻ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു റേ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർഫസാണെന്ന് വിചാരിക്കുക. ആ സർഫസിൽ ഒരു റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫോൾ ചെയ്യുന്നുണ്ട്. ആ റേ ഫോൾ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ഇൻസിഡൻറ്റ് റേ. ആ റേ വീണിട്ട് അതെന്ത് ചെയ്യുന്നു? ഇറ്റ് ബൗൺസസ് ബാക്ക്, വിച്ച് മീൻസ് അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സർഫസാണിത്. ഓക്കെ, ആ സർഫസിലേക്ക് ഒരു ലൈറ്റിൻ്റെ റേ വന്ന് ഫോൾ ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻസിഡൻറ്റ് റേ. ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. I is equal to എന്താണ്? ഇൻസിഡൻറ്റ് റേ.
ഇനി ഈ റേ എന്ത് ചെയ്യുന്നു? ഇറ്റ് ബൗൺസസ് ബാക്ക് അല്ലേ? ആ റേനെ പറയുന്നതാണ് റിഫ്ലെക്റ്റഡ് റേ. ഓക്കെ, റിഫ്ലെക്റ്റഡ് റേ. അപ്പം അതും മനസ്സിലായി. ഇനി നമുക്ക് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ഇതെന്ന് പറയുന്നതാണ് നോർമൽ. ദിസ് ഇസ് കോൾഡ് ആസ് നോർമൽ. എന്താ ഈ നോർമൽ? നോർമൽ എന്ന് പറയുന്നത് ഒരു പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയി നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈനെ പറയുന്ന പേരാണ് നോർമൽ. സോ എന്തൊരു സർഫസിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി എന്താണ്? ദിസ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു റേ അല്ലെങ്കിൽ ഒരു ലൈനെ പറയുന്നതാണ് എന്ത്? നോർമൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് n എന്ന് പറയുന്നതാണ് എന്ത്? നോർമൽ. ഓക്കെ, n is equal to നോർമൽ. ഓക്കെ, അപ്പോൾ n കിട്ടി. ഇനി ഈ നോർമലും ഈ ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്ലെക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതാണ് എന്ത്? ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ എന്തൊക്കെ? ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാലോ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ എന്തൊക്കെ? ഫോംഡ് ബിറ്റ്വീൻ റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത്? ലോ ഓഫ് റിഫ്ലക്ഷനിൽ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് രണ്ട് ലോ ആണ് പറയാനുള്ളത്. ഒന്നാമത്തെ ലോ ആണ് മക്കളെ എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നോക്കുക, എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? അതുപോലെ തന്നെ സപ്പോസ് എനിക്ക് ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ പറയുകയാണ് ഈ ഒരു ആംഗിൾ തന്നിട്ടുള്ളത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഈ തന്നിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും? നമുക്കറിയാം എന്ത്? ഈ ഒരു ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ? സോ 90 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ പറയുന്നത് എന്താണ്? 30. സോ 90 മൈനസ് 30 എന്ത് കിട്ടി? 60. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് കിട്ടി നമുക്ക്? 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായി മാറും? 60 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് അപ്ലിക്കേഷനായിട്ട് ചോദിക്കുക എന്നുള്ളത്. ബോർഡ് എക്സാംസിന് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ റിഫ്ലെക്റ്റഡ് റേ പിന്നെ ആൻഡ് നോർമൽ all lies on the same plane. എന്താണ് ലോ പറയുന്നത്? ഇൻസിഡൻറ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ, നോർമൽ all lies on the same plane. ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം
എല്ലാതും സെയിം പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങോട്ട് നോക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല. ആസ് പെർ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ എപ്പോഴും എന്തായിരിക്കും, എല്ലാ ഇൻസിഡൻറ്റ് റേ ആയിക്കോട്ടെ, റിഫ്ലക്റ്റഡ് റേ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, എല്ലാതും എന്തായിരിക്കും, ഓൾ ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് നോക്കി. മൂന്നാമതായിട്ട് നമ്മൾ നോക്കി എന്താ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നോക്കി, ലോസ് ഓഫ് റിഫ്ലക്ഷൻ നോക്കി. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇമേജസ്. മക്കളെ ശ്രദ്ധിച്ചോട്ടോ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ഇമേജസ്. നമുക്ക് ടൈപ്സ് ഓഫ് ഇമേജസ് നോക്കാം. ടൈപ്സ് ഓഫ് ഇമേജസ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഇമേജസ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ഇമേജസ് ആണുള്ള. ഒന്നാമത്തെയാണ് റിയൽ ഇമേജ്, മറ്റേതാണ് വെർച്വൽ ഇമേജ്. അപ്പം റിയൽ ഇമേജസ് എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ, റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റേ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് അത് റിഫ്ലക്ട് ബാക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ then we say that real images form. light rays എന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്ലക്ഷൻ meet at a point. After reflection meet at a point. Okay, meet at a point. ഇനി virtual image light after reflection doesn't meet but appears to meet. നമുക്ക് ഇത് കൂടുതൽ ഇമേജ് വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. നമ്മൾ അടുത്ത ടോപ്പിക്കിൽ മനസ്സിലാവും. ലൈറ്റ് എന്താണ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യില്ല, doesn't meet but appears to meet. Okay, അത് ഇമ്പോർട്ടൻ്റ് ആണ്. appears to meet. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നതാണ് റിയൽ ഇമേജ് ഓൾവേസ് ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് റിയൽ ഇമേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ. മറ്റേതോ ഇറ്റ് cannot be obtained on screen. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഇമേജസും നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് പ്ലെയിൻ മിറർ. ടൈപ്സ് ഓഫ് മിറർ ആണ്. അതിൽ 3 ടൈപ്പ് ഓഫ് മിററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് മിറർ. ടൈപ്സ് ഓഫ് മിററിൽ 3 ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെയാണ് പ്ലെയിൻ മിറർ. അടുത്തത് പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ. കോൺകേവ്
മിറർ. അടുത്തതാണ് കോൺവെക്സ് മിറർ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതാണ് പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടീസ്. പ്ലെയിൻ മിറർ നമുക്ക് എന്താ പറയുക, നമ്മൾ യൂഷ്വലി നമ്മളെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പ്ലെയിൻ മിറർ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഫോംഡ് ഇസ് ഓൾവേസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അല്ലേ, നമ്മൾ കാണുന്ന ഇമേജ് എപ്പോഴും വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാറ്ററൽ ഇൻവേർഷൻ ആണ്. ലാറ്ററൽ ഇൻവേർഷൻ എന്താ മക്കളെ ഈ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് മിററിൻ്റെ മുന്നിൽ റേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും കാണിക്കുക? വിൽ ബി ലെഫ്റ്റ്, റൈറ്റ്? അപ്പോൾ എൻ്റെ റൈറ്റ് അതിൽ എന്തായിരിക്കും? ലെഫ്റ്റ് ആയിട്ടായിരിക്കും റേസ് ചെയ്യുക. എൻ്റെ ലെഫ്റ്റ് എന്ന് ഞാൻ റേസ് ചെയ്താലോ അതിൽ റൈറ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, റൈറ്റ് എന്നുള്ളത് ലെഫ്റ്റ് ആയിട്ടായിരിക്കും കാണാം, മറ്റേ ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി സൈസ് ഓഫ് ദ ഇമേജ് എന്താ പ്രത്യേകത? എൻ്റെ സൈസിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും ഇമേജിൻ്റെ സൈസും, അല്ലേ? സോ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സൈസ് ഓഫ് object will be equal to the size of image. Size of image. Okay. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, എന്താ നമ്മളിവിടെ ഒരു മിറർ വെക്കുകയാണ്, ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഇമേജ് എന്തായിരിക്കും? ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും, റൈറ്റ്? ഞാനിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററിൽ ആണ് മാറി നിൽക്കുന്നത് മിററിൽ നിന്ന്. സോ ദ ഇമേജ് ദാറ്റ് ഐ എം സീയിങ് ഇസ് ഓൾസോ എന്ത്? 10 സെൻറ്റിമീറ്റർ ഫാർ, റൈറ്റ്? സോ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ഇമേജ് ഇസ് ഈക്വൽ ടു ഫ്രം മിറർ ഇസ് ഈക്വൽ ടു എന്താണ്? Distance of image from mirror. Distance of image from mirror. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ പ്ലെയിൻ മിറർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതിൽ ലാറ്ററൽ ഇൻവേർഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ആംബുലൻസ് എടുത്താൽ മതി. ആംബുലൻസ് എപ്പോഴും നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ അവർ ആംബുലൻസ് എന്നുള്ള സ്പെല്ലിംഗ് എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഇൻവേർട്ടഡ് ആയിട്ട്. കാരണം ഒരാൾ മിററിൽ നോക്കുന്ന സമയത്ത്, വണ്ടിയിലുള്ള മിററിൽ നോക്കുന്ന സമയത്ത് ആ ആളപ്പം എന്ത് ചെയ്യും? ആംബുലൻസ് ആൾക്ക് വായിക്കാൻ പറ്റും. ബിക്കോസ് അത് ഇൻവേർട്ടഡ് ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഈ മിററിൽ കാണുക. സോ അതാണ് ഈ ലാറ്ററൽ ഇൻവേർഷൻ്റെ ഒരു ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്ലെയിൻ മിറർ മക്കളെ. ഇനി നമുക്കുള്ളതാണ് 2 ടൈപ്പ് ഓഫ് മിറർ. അതാണ് കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഓക്കെ, കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ലൈറ്റ് എപ്പോഴും ഈ ഒരു സർഫസിലേക്കാവും വന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, കോൺകേവ് നമ്മളൊരു സ്പൂൺ എടുക്കുക എന്നുണ്ടെങ്കിൽ ആ സ്പൂണിൻ്റെ ഉൾഭാഗം that we can call as a concave mirror. ഓക്കെ, ഇനി കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ലൈറ്റ് എവിടെയാണ് വന്ന് വീഴുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സർഫസിലായിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് വാട്ട്? കോൺവെക്സ് മിറർ. സോ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഉള്ളിലും, കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോഴോ ഔട്ടർ വശമായിരിക്കും ഉണ്ടോ റിഫ്ലക്റ്റിംഗ് സർഫസ്. So I can say that concave mirror എന്ന് പറയുന്നത് എന്താണ്? If the inner portion of a mirror is reflecting surface, then I can call it as a concave mirror. Convex mirror എന്ന് പറയുമ്പോൾ outer version ആയിരിക്കും എന്ത്? reflecting surface എന്ന് പറയുന്നത്. സോ അവിടെ ആയിരിക്കും ലൈറ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഫോൾ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ്
ടോപ്പിക് എന്ന് പറയുന്നതായിരുന്നു ലൈറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് ലൈറ്റ് എന്താന്ന് പറഞ്ഞു, പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ഡിസ്കസ് ചെയ്തു, റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ഇമേജസ് ടൈപ്പ് ഡിസ്കസ് ചെയ്തു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറർ. സ്പെറിക്കൽ മിററിലുള്ള 2 ടൈപ്പ് ഓഫ് മിററാണ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. ഓക്കെ, അതിൽ നമ്മൾ പ്ലെയിൻ മിററും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സ്പെറിക്കൽ മിററിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത സെഷനിൽ. ഓക്കെ, താങ്ക് യു.